ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹിന്ദിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഹിന്ദിയിലെ ആദ്യത്തെ യൂണിറ്റ്, നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിന്റെ പേരെന്താ? നമ്മുടെ ഇക്കായ് 1. ഏതാണ്? ഇക്കായ് 1 തുലാരെ പൽ. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. അതിലെ 3 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്, 3 പാഠങ്ങളാണുള്ളത്. ആദ്യത്തെ ഫസ്റ്റത്തെ ഒരു കവിതയായിരുന്നു. നമ്മുടെ ഈ കവിതയുടെ ക്ലാസ് നമ്മൾ ദുബാഗൈ എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അതൊരു കവിതയാണ്. ഓക്കെ, ആ കവിതയും അതിന്റെ മലയാള എക്സ്പ്ലനേഷനും ചോദ്യോത്തരങ്ങളും നമ്മുടെ ആ ക്ലാസ്സിലുണ്ട്. തീർച്ചയായിട്ടും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അതുപോലെ ഹിന്ദിയുടെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഹിന്ദിയുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ പാഠം, നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ടോമി ഓർ മേ എന്നുള്ളൊരു കഹാനിയാണ് ഇന്നത്തെ ക്ലാസ്. എന്താ കഹാനി എന്ന് വെച്ചാ? കഥ. ഓക്കെ, കഥയുടെ പേരെന്താ? ടോമി ഓർ മേ. എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രോയിതി റായ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കഥ എഴുതിയ കഥാകൃത്തിന്റെ പേരാണ് പ്രോയിതി റായ്. അപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇക്കായ് 1 തുലാരെ പൽ. നമ്മുടെ അതിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ടോമി ഓർ മേ. ടോമി ഓർ മേ. ടോമി എന്ന് പറയുന്ന പേരാണ് കേട്ടോ, നെയിമാണ്. ഓർ ടോമിയും ഞാനും. മേ എന്ന് വെച്ചെന്താ? ഞാൻ അല്ലേ? ടോമിയും ഞാനും. അപ്പൊ എഴുതിയിരിക്കുന്ന ആരാ? പ്രോയിതി റായ് ആണ്. അപ്പൊ ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു കുട്ടിയെ കാണുന്നുണ്ട് അല്ലെ? ഒരു ഗേളിനെ, ഒരു പെൺകുട്ടിയാണ് കാണുന്നത് അല്ലെ? ഈ കുട്ടീന്റെ പേരെന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നത്? ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു വാക്യമുണ്ട്. കണ്ടില്ലേ നിങ്ങള്? നമുക്കിതില് ആ കുട്ടിയുടെ പേര് എന്താന്നുള്ളതുണ്ട്. അത് വായിച്ചു നോക്കാം. മേ നീതു ഹും. മേ നീതു ഹും. അപ്പൊ ഈ കുട്ടീന്റെ പേര്, ഈ കുട്ടി പറയാണ് ഞാൻ നീതുവാണ്. ഈ കുട്ടീന്റെ പേരാണ് നീതു. മനസ്സിലായല്ലോ? നമ്മുടെ പേര് എങ്ങനെയാ പറയാ? മേ റിയ ഹും. മേ അനു ഹും അല്ലെ? അപ്പൊ നമ്മൾ നെയിം പറയണം, പേരെന്താന്ന് പറയാണ്. അപ്പൊ ഇവിടെ എന്താ പറയണത്? ഈ കുട്ടീന്റെ പേരെന്താ? നീതു. ഇതെങ്ങനെയാ വായിക്കുക? മേ നീതു ഹും. അപ്പൊ ഈ കുട്ടീന്റെ പേരാണ് നീതു. അപ്പൊ നോക്കൂ, അടുത്ത് നമ്മൾ ചിത്രത്തിൽ എന്താ കാണുന്നത്? നീതു ഉറങ്ങുകയാണ് അല്ലെ? രാത്രിയാണ്. ഇവിടെ കണ്ടോ? രാത്രിയാണ്, സമയം രാത്രിയാണ്. ഇവിടെ നമ്മുടെ ജനലിനുള്ളിൽ കൂടെ ജനൽ തുറന്നിട്ടിരിക്കുകയാണ്. ജനലിന് പുറത്ത് എന്താ കാണുന്നത്? എന്താണ്? നമ്മുടെ മൂണ്, ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രാത്രി സമയമാണ്. നീതു മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നമുക്ക് വായിക്കാം. വാ സർദിയോം കി രാത് തി. രാത് എന്ന് വെച്ചാൽ എന്താ? രാത്രി. സർദിയോം എന്ന് വെച്ചാല് തണുപ്പുള്ള. സർദിയോം കി രാത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? തണുപ്പുകാലത്തെ രാത്രി. നല്ല തണുപ്പുകാലത്തെ ഒരു രാത്രി. അപ്പൊ ആ ദിവസങ്ങൾ എന്താ? നല്ല തണുപ്പായിരിക്കും. രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നീതു കണ്ടോ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുകയാണ് അല്ലെ? അപ്പൊ എന്തോ ഇവിടെ കണ്ടു, ചിത്രത്തിൽ എന്താ കാണുന്നത്? എന്തോ ഒന്നിങ്ങനെ വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതെന്തത്? ശബ്ദമാണ്. സൗണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് സൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ആ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടോ? എവിടെ നോട്ടം കണ്ടോ? അങ്ങോട്ടാണ് അല്ലെ? എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം, ശബ്ദം എന്താണെന്ന് ശ്രദ്ധിക്കുകയാണ്. എന്തെങ്കിലും എന്താ വായിക്കിയത്? വ സർദിയോം കി രാത് തി. അപ്പൊ ആ ശബ്ദം എന്താണ്? നല്ല തണുപ്പുള്ള രാത്രി എഴുതുമ്പോൾ നീതു ഇങ്ങനെ മൂടി പൊതിച്ച് കിടന്ന് ഇങ്ങനെ ഉറങ്ങുകയല്ല, മൂടി പൊതിച്ച് കിടക്കുകയാണ് അല്ലെ? ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോഴാണ് അവൾ എന്തോ ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ അവൾ നോക്കുകയാണ്, എവിടെ നിന്നാണ് ആ ശബ്ദം എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് പുറത്ത് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവൾ എന്താ കാണുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? താഴെ കണ്ടോ? ഇവിടെ ഒരാൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ? ആരാണിത്? നമുക്ക് നോക്കാം. അപ്പോൾ ചെറിയൊരു പപ്പിയാണ് ഈ കിടക്കുന്നത് കേട്ടോ, ഒരു നായക്കുട്ടിയാണിത്. അപ്പൊ ഈ നായക്കുട്ടീന്റെ ശബ്ദമാണ് അവൾ കേട്ടത്. അപ്പൊ അവൾ എന്ത് ചെയ്തു? കണ്ടോ? അവൾ പുറത്തിറങ്ങി വന്നു, ടോർച്ചൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി വന്നിട്ട് അവൾ ലൈറ്റ് അടിച്ച് നോക്കുകയാണ്, എന്താണത് എന്ന് അവൾ നോക്കുകയാണ്. ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ടോർച്ചൊക്കെ അടിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പപ്പിയായിരുന്നു, ഒരു നായക്കുട്ടിയായിരുന്നു അല്ലെ? ഈ പട്ടിക്കുട്ടിയായിരുന്നു. അപ്പൊ അവൾ എന്ത് ചെയ്തു? അവളതിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നിട്ട് അതിനൊരു ബാസ്ക്കറ്റിൽ, ഒരു കൊട്ടയിൽ ഇട്ടു, ഭക്ഷണവും പാലൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അതിനും അവളൊപ്പം വെച്ചിട്ട് ഒപ്പമുള്ള അടുത്തുള്ള ടേബിളിൽ വെച്ചിട്ട് അവൾ ഉറങ്ങുകയാണ്. അവളങ്ങനെ നല്ല പതുക്കെ ഉറങ്ങാൻ തുടങ്ങി. ആ പട്ടിക്കുട്ടിയും എന്ത് ചെയ്യാൻ തുടങ്ങി? ഉറങ്ങാൻ തുടങ്ങി. ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഗാന ബഹുത് പസന്ദ് താ. അപ്പൊ കണ്ടോ? അപ്പൊ നായക്കുട്ടിയും അങ്ങനെ അവൾക്ക് എന്താണ്, അവള് നായക്കുട്ടിയും എടുത്തുകൊണ്ട് വന്നു, വീട്ടിൽ കൊണ്ടുവന്നു, അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ നായക്കുട്ടിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് അവൾ പറയുന്നത്? ഉസേ ചായ് കെ സാത്ത്. എന്താണ് സാത്ത് എന്ന് വെച്ചാ? കൂടെ. ചായ എന്ന് വെച്ചാൽ ചായ തന്നെ, നമ്മൾ കുടിക്കുന്ന ചായ, ചായയുടെ കൂടെ ബിസ്കുട്ട് എന്ന് വെച്ചാൽ എന്താ? ബിസ്കുട്ട് എന്ന് വെച്ചാൽ ബിസ്ക്കറ്റിന് തന്നെയാണ് ബിസ്കുട്ട് എന്ന് പറയുന്നത്. ചായയുടെ കൂടെ ബിസ്കുട്ട് ഗാന ബഹുത്ത് പസന്ത് താ. ഗാന എന്ന് വെച്ചാൽ കഴിക്കുക. ഓക്കെ, അപ്പൊ ചായയുടെ കൂടെ
ബിസ്ക്കറ്റ് കഴിക്കാനാണ്, ചായയിൽ മുക്കി കഴിക്കുക, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാനാണ് അവന് ഭയങ്കര ഇഷ്ടം. അതായത് ഈ പട്ടിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം എന്താ, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാനാണ് അല്ലെ. ബഹുത്ത് പസന്ത് എന്ന് വെച്ചാൽ എന്താ, ബഹുത്ത് പസന്ത് വെച്ചാൽ ഒരുപാട് ഇഷ്ടം എന്നാണ് ബഹുത്ത് പസന്ത് വെച്ചാൽ. അപ്പൊ നമ്മുടെ ഈ പട്ടിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ, കഴിക്കാൻ ഇഷ്ടം എന്താ, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാനാണ് ഇഷ്ടം അല്ലെ. അതാണ് ഇവിടെ കഴിക്കുന്നത് കണ്ടോ, നമ്മുടെ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുകയാണ്, എന്താ ചായ കുടിക്കുന്നുണ്ട്, അതുപോലെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നീതു എന്ത് ചെയ്യാൻ തുടങ്ങി, ആ പട്ടിക്കുട്ടിനെയും വളർത്താൻ തുടങ്ങി. നെക്സ്റ്റ് പേജ് നോക്കിക്കേ. അങ്ങനെ നീതു ആ പട്ടിക്കുട്ടിയുടെ കൂടെ കളിക്കുകയാണ് അല്ലേ. എന്താ ചെയ്യുന്നത്, ഓർ പിന്നെ എന്തൊക്കെയാണ് അവന് ഇഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബിസ്ക്കറ്റിന് കൂടെ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെന്താണ്, ഓർ മേരെ സാത്ത് ഖേൽന, പിന്നെയോ പിന്നെ എൻ്റെ കൂടെ കളിക്കാനും. പിന്നെ അടുത്ത് കോമ ഇട്ടിട്ടുണ്ട്, ഇവിടെ കണ്ടോ കോമ ഉണ്ട്. പിന്നെന്താ, പങ്കെ കെ നീച്ചെ സോന, പങ്കെ എന്ന് വെച്ചാൽ ഫാനിന്റെ ചുവട്ടിൽ ഫാനിന്റെ താഴെ കിടന്ന് ഉറങ്ങാനും. അതായത് അവന് ആ പട്ടിക്കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ പട്ടിക്കുട്ടിയുടെ പേരാണ് ടോമി. ഓക്കെ, അപ്പൊ ടോമിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കഥയുടെ പേരെന്താ, ടോമി ഓർ മേ അല്ലേ. അപ്പൊ നമ്മുടെ നീതു ആണ് കഥ പറയുന്ന പോലെയാണ്, നമ്മൾ ഇവിടെയുള്ള ഓരോ സെന്റൻസും നീതു പറയുന്ന രീതിയിലാണ്. ടോമി എന്നാണ് ഈ പട്ടിക്കുട്ടീന്റെ പേരെന്താ, ടോമി. അപ്പൊ ടോമിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത്, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ, ഉസേ ചായക്ക് സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത്ത് പസന്ത് താ, വളരെയധികം ഇഷ്ടമാണ് ടോമിക്ക്. പിന്നെയോ, ഓർ മേരി സാത്ത്, നമ്മളെന്താ സാത്തിന്റെ അർത്ഥം എന്താ പറഞ്ഞത്, സാത്തിന്റെ അർത്ഥം കൂടെ അല്ലെ, കൂടെ. ഓർ മേരി സാത്ത് ഖേൽന എന്ന് വെച്ചാൽ എന്താ അർത്ഥം, കളിക്കുക. പിന്നെ എൻ്റെ കൂടെ കളിക്കാനും അവന് ഒരുപാട് ഇഷ്ടമാണ്. അടുത്തത് ഇവിടെ എന്താ ചെയ്യുന്നത്, ടോമി എന്താ ചെയ്യുന്നത്, ഫാനിന്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് അല്ലേ. നമുക്ക് നമ്മൾ പട്ടിക്കുട്ടികളും അവർ ഡോഗ്സ് ഒക്കെ എങ്ങനെയാണ്, കൂടുതലും അവർക്ക് ഇഷ്ടമായിരിക്കും ഫാനിന്റെ കാറ്റുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മുടെ ടോമിയും അതേപോലെ ഫാനിന്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്, ആ കാറ്റ് കൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. പങ്കെ എന്ന് വെച്ചാൽ എന്താ, പങ്കെ എന്ന് വെച്ചാൽ ഫാൻ. ഓക്കെ, ഫാൻ. പങ്കയ്ക്ക് നീച്ചെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, നീച്ച എന്ന് വെച്ചാൽ താഴെ, സോന ഉറങ്ങുക. ഓക്കെ, അപ്പൊ പങ്കയ്ക്ക് നീച്ചെ വെച്ചാൽ താഴെ അല്ലെങ്കിൽ അതിന്റെ ചുവട്ടിൽ എന്നാണ് അർത്ഥം. താഴെ എന്നാണ് നമ്മൾ നീച്ചെ എന്ന് വെച്ചാൽ. പങ്കയ്ക്ക് നീച്ചെ സോന, ഫാനിന്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങാനും ടോമിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓർ പിന്നെ എന്താ, ഓർ കിതാബ് പഠന, പിന്നെ ബുക്ക് വായിക്കാനും. കിതാബ് പഠന എന്ന് വെച്ചാൽ, കിതാബ് എന്ന് വെച്ചാൽ എന്താ, പുസ്തകം. പഠന എന്ന് വെച്ചാൽ എന്താ, വായിക്കുക. ടോമി പുസ്തകം വായിക്കുകയാണോ ചെയ്യുന്നത്, അല്ല അല്ലെ. അതാണ് നമ്മള് നീതു പറയുകയാണ്, അവന് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അവൻ ബുക്ക് എങ്ങനെ വായിക്കുക കണ്ടോ, കടിച്ചു പറിച്ച് കളിക്കുകയാണ് അല്ലെ. അതാണ് പറഞ്ഞത്, ഓർ കിതാബ് പഠന. കിതാബ് എന്ന് വെച്ചാൽ പുസ്തകം, പഠന എന്ന് വെച്ചാൽ വായിക്കുക. ഉസേ മേരെ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ താ, പിന്നെയോ അവന് ഞാൻ പുറത്തു പോകുന്നത് ഒട്ടും തന്നെ അവന് ഇഷ്ടമല്ല. അതായത് അവനെ തനിച്ചാക്കി നീതു പുറത്തു പോകുന്നത് അവൻ എന്തല്ല, ഒട്ടും ഇഷ്ടമല്ല. ബാഹർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ബാഹർ എന്ന് വെച്ചാൽ പുറത്തു പോവുക, ഔട്ട്സൈഡ്. ഓക്കെ, അവനെ തനിച്ചാക്കിയിട്ട് നീതു പുറത്തു പോകുന്നത് അവന് ഒട്ടും തന്നെ, ബിൽക്കുൽ അച്ഛാ നെഹി കണ്ടോ വേർഡ്, ബിൽക്കുൽ അച്ഛാ നെഹി ലഗ്താ താ, അവന് ഒട്ടും തന്നെ ഇഷ്ടമല്ല നീതു അവനെ തനിച്ചാക്കി പുറത്തു പോകുന്നത്. ഹം ജബ് സാത്ത് होते तो बहुत खुश रहते, हम जब साथ होते, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും, വളരെയധികം. ബഹുത്ത് ഖുഷ് രഹത്തെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, സന്തുഷ്ടരായിരുന്നു. അതായത് ഇവർ രണ്ടാളും ഒന്നിച്ചിരിക്കുന്ന സമയമൊക്കെ ഇവർ രണ്ടാളും എങ്ങനെയാണ്, ടോമിക്കും ഒരുപാട് സന്തോഷമാണ്, നമ്മുടെ നീതു എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത് ഒപ്പമുള്ളത് ടോമിക്ക് ഒരുപാട് സന്തോഷമാണ്. അതേപോലെ തന്നെ നീതുവിനും ടോമിന്റെ കൂടെ ഇരിക്കുന്നത് ഒരുപാട് സന്തോഷമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നീതുവിന്റെയും ടോമിന്റെയും ആണ് നമ്മുടെ കഥ. അപ്പൊ അങ്ങനെ നമ്മുടെ ടോമീനെ നീതുവിന് കിട്ടി. നീതു എന്ത് ചെയ്തു, ടോമിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ടോമിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു, ടോമിന്റെ കൂടെ കളിച്ചു. അങ്ങനെ ടോമി നീതും വളരെയധികം കൂട്ടായി. അതിന് ടോമിക്ക് നീതുവിനും വളരെയധികം അവർക്ക് പരസ്പരം ഭയങ്കരധികം ഇഷ്ടമായി അല്ലേ. അങ്ങനെ ചെറിയൊരു ടോമിന്റെയും നീതുവിന്റെയും ഒരു ചെറിയൊരു കഹാനിയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത് നമ്മൾ കഹാനിന്റെ പേരെന്താ, ടോമി ഓർ മേ. ഇതൊരു കഹാനിയാണ്, കഥയാണ്. ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ടോമി ഓർ മേ എന്നുള്ള കഥ ഇഷ്ടമായില്ലേ. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.